അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരങ്ങൾ ചാലിപ്പുഴയിൽ അരമുണർന്നു. ഇടവിട്ടുള്ള കനത്ത മഴയിൽ കുതിച്ചുയർന്ന ചാലിപ്പുഴയുടെ ശക്തമായ പ്രവാഹത്തെ കീഴടക്കി മുന്നേറിയ കയാക്കർമാരുടെ അതിസാഹസിക പ്രകടനങ്ങൾ പുലിക്കയത്തെ വെള്ളിയാഴ്ച ആവേശത്തിരമാലകളാൽ നിറഞ്ഞു. 12ാമത് അന്താരാഷ്ട്ര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിനത്തിൽ നടന്ന പുരുഷ വനിത വിഭാഗങ്ങളിലെ ഇന്റർമീഡിയറ്റ് സ്ലാലോ, ഇന്റർമീഡിയറ്റ് എക്സ്ട്രീം സ്ലാലോ മത്സരങ്ങൾ നടന്നത്. പ്രകൃതിയുടെ വെല്ലുവിളിയും കായിക മികവും ഒരുമിച്ച് ചേർന്ന മത്സരങ്ങൾ അപൂർവ കാഴ്ചയായി മാറി. കനത്ത മഴയെപ്പോലും വകവയ്ക്കാതെ ഒഴുകിയെത്തിയ ആയിരങ്ങൾ ഓരോ തുഴച്ചിലിനും ആർപ്പുവിളികളുമായി താരങ്ങൾക്ക് ആവേശം പകർന്നു. മലയോര മേഖലയിൽ രാത്രിയും പകലുമായി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് ചാലിപ്പുഴയിലെ ജലനിരപ്പ് ഉയർന്നത് മത്സരങ്ങൾക്ക് ആശ്വാസമായി. കുത്തിയൊഴുകുന്ന പുഴയെയും അതിശക്തമായ ഒഴുക്കിനെയും കീഴടക്കി മുന്നേറിയ താരങ്ങൾ തങ്ങളുടെ മികവ് തെളിയിച്ചതോടെ മത്സരവേദി ധന്യമായി. പുരുഷ വനിത വിഭാഗങ്ങളിലായി വെള്ളിയാഴ്ച അരങ്ങേറിയ ഇന്റർമീഡിയറ്റ് കാറ്റഗറി എക്സ്ട്രീം സ്ലാലം മത്സരത്തിൽ പുരുഷ വിഭാഗത്തിൽ ഇറ്റാലിയൻ താരം ജിയോമാനി ജിയോർഗി പ്രഥമ സ്ഥാനം, ഇന്ത്യൻ താരങ്ങളായ ഗുജറാത്തിലെ നച്ചികേത ഗുപ്ത, കൽക്കത്തയിലെ നവീൻ യാദവ് യഥാക്രമം 2, 3 സ്ഥാനങ്ങൾ നേടി. വനിതാ വിഭാഗത്തിൽ കർണാടകയിൽ നിന്നുള്ള എസ് മസ്കാൻ 1ാം സ്ഥാനം നേടി. 2ാം സ്ഥാനം എറണാകുളത്തെ 13-കാരി ഡോണ മർസലയും കർണാടകയിലെ സ്ഫൂർത്തി ലോകേസ് 3ാം സ്ഥാനവും നേടി. വൈകിട്ട് പുലിക്കയത്ത് റോക്ക് സ്റ്റാർ കൗശിക് സംഘത്തിന്റെ സംഗീത വിരുന്നും അരങ്ങേറി. മലബാർ റിവർ ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചതുർദിന മലബാർ ജലോത്സവം CK കാസിം MLA ഉദ്ഘാടനം ചെയ്തു. കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അന്നക്കുട്ടി ദേവസ്യ അധ്യക്ഷത വഹിച്ചു. അഡ്വഞ്ചർ ടൂറിസം CEO ബിനു കുര്യക്കോസ്, മലബാർ റിവർ ഫെസ്റ്റിവൽ കോഓർഡിനേറ്റർമാരായ പോൾസൺ അറക്കൽ, ബെനിറ്റോ ചാക്കോ, അംബിക മംഗലത്ത്, ജിതിൻ പല്ലാട്ട്, അലക്സ് തോമസ്, റിയാന സുബൈർ തുടങ്ങിയവർ സംസാരിച്ചു. ഉണ്ണിച്ചേക്കു ടുഡേ ന്യൂസ്, മുക്കം.